ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ സമരം രണ്ടാം ദിവസത്തിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ പരിസരത്ത് നടക്കുന്ന സമരം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടിനെ തുടർന്ന് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് നടത്തുന്ന രണ്ടാം ഘട്ട സമരത്തിന്റെ രണ്ടാം ദിവസമാണ് ഇന്ന്. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ് ഇന്നത്തെ സമരം ഉദ്ഘാടനം ചെയ്ത്. കേരളത്തിൻ്റെ ഉള്ളിലുള്ള നിരവധി അധ്യാപകരാണ് ഇന്നത്തെ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തൃശൂർ കോർപ്പറേഷൻ പരിസരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ നടത്തിയ സമരം ക്ലാസ് എടുത്തുകൊണ്ടായിരുന്നു. അതായത് ക്ലാസ് എടുക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. 25,000-ഓളം വരുന്ന അധ്യാപകരാണ് വലിയ ഭീതിയുടെ നിഴലിൽ കഴിയുന്നത്. സർക്കാർ നടത്തുന്ന വഞ്ചനാപരമായ ഒരു നിലപാട് ആണ് അധ്യാപകരോട് കാണിക്കുന്നത് എന്നാണ് ഇവർ ആക്ഷേപിക്കുന്നത്. തീർച്ചയായും അധ്യാപകരെല്ലാം തന്നെ വളരെയേറെ വേദനയിലാണ് എന്ന് ഉള്ളത്. കാരണം പറയുകയാണെങ്കിൽ സർക്കാർ നടത്തിയിരിക്കുന്ന എല്ലാ നിലപാടുകളും ഇവർ കാണിക്കുന്ന വഞ്ചനാപരമായ ഒരു കാര്യം തന്നെ ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് അധ്യാപകരാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് കൂടെ മുൻ ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റായ ജോഷി വടക്കൻ സാറാണ് ചേരുന്നത്. സാർ, ഇന്നലെ ഇവിടെ തെരുവിൽ ക്ലാസുകൾ നടത്തിക്കൊണ്ടാണ് അധ്യാപകർ പ്രതിഷേധിച്ചത്. ഇന്നത്തെ പ്രതിഷേധം എങ്ങനെയാണ്? ഇന്നലെ നമ്മളിവിടെ തെരുവോരത്ത് ക്ലാസുകൾ നടത്തുകയായിരുന്നു അധ്യാപകർ. അതിനുശേഷമായിരുന്നു പ്രതിഷേധം ഉയർത്തിയ അധ്യാപകരെ കരുതൽ തടങ്കലിൽ പോലീസ് നീക്കം ചെയ്തത്. ഇന്ന് വീണ്ടും നമ്മൾ സമരപരിപാടി രണ്ടാം ദിവസമായിട്ട് ഇന്ന് നടക്കുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അധ്യാപകരുടെ പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പോലീത്തയും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ്. പ്രധാനമായിട്ടും ഇന്ന് നടക്കുന്ന സമരം ഒരു പട്ടിണിക്കഞ്ഞി സമരമാണ്. നമുക്കറിയാം, ഒരു പ്രതീകാത്മക സമരമാണ്. 2018 മുതലുള്ള ഒരു വിഷയം എന്ന നിലയ്ക്ക് പട്ടിണിയിലെ ദുരിതത്തിലായി തള്ളിവിട്ട കേരളത്തിലെ സർക്കാരിനെതിരെ ഈ ദുരിതം അനുഭവിക്കുന്ന അധ്യാപകരുടെ വേദന പങ്കുവെക്കുന്ന ഒരു പട്ടിണിക്കഞ്ഞി സമരമാണ് ഇന്നിവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും അധ്യാപകർ എല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതീകാത്മകമായ ഒരു സമരം തന്നെയാണ് ഇന്ന് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ പട്ടിണി കഞ്ഞി കുടിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് അധ്യാപകർ കടക്കുന്നത്. ഇവിടെ വലിയൊരു കലാമാമാങ്കം നടക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇവിടെ പട്ടിണി കഞ്ഞി കുടിച്ചുകൊണ്ട് തെരുവിലിരുന്ന് സമരം ചെയ്യുന്ന ദൃശ്യം ഏറെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ക്യാമറമാൻ സിയോനൊപ്പം റോജി ഇളവനാങ്കുഴി, ഷെക്കൈന ന്യൂസ്, തൃശൂർ.